ഇന്നുണ്ടല്ലോ രാവിലെ എനിക്ക് ഷിനിക്കാവിൻ്റെ കൂടെ തന്നെ പോകണം കേട്ടോ. ആധാർ കാർഡിൻ്റെ കാര്യം മൈനൂസിന് ഇതുവരെ ശരിയായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഷിനിക്കാക ജോലിക്ക് പോകുന്ന വഴിക്ക് എന്നെയും കൂടി അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞാനൊരു ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നൂഡിൽസ് ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ആകുമ്പോണ്ടല്ലോ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. തണുത്തിട്ട് നമുക്ക് എണീക്കാനേ തോന്നൂല. വെളുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുതപ്പില്ലാണ്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഞാൻ നേരെ ചെന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് വിരിയൊക്കെ നീക്കിയിട്ട് സോഫയിൽ ഒരിത്തിരി കരടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തട്ടിക്കൊടിഞ്ഞിട്ടിട്ട് പിന്നെ സോഫ നല്ലോണം ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് ചായ കാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ നമ്മുടെ നൂഡിൽസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരൊറ്റ പാത്രത്തിലിട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് ഇക്കാക്കനെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക നല്ല ഉറക്കമാണ് കേട്ടോ. ഈ നേരത്തെ പോകുന്ന ആളാണ് ഈ കിടക്കുന്നത്. കുറേ വട്ടം വിളിച്ചപ്പോൾ ഇക്കാക്ക എണീറ്റ്. അതിനൂസ് നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനും അങ്ങോട്ട് എണീറ്റ് നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇക്കാക്ക കഴിച്ച ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനും ചായ കുടിക്കുകയാണ്. രാവിലെ നിൽക്കുമ്പോൾ എനിക്ക് തുമ്മലിൻ്റെ ആ ഒരു ഇത് കൊണ്ടിട്ട് തുമ്മി എൻ്റെ മുഖമൊക്കെ ആകെപ്പാടെ വിങ്ങി വീർത്ത് തക്കാളി പോലെ ചുമന്നിരിക്കുക കേട്ടോ. പിന്നെ ഐനൂസിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഐനൂസിൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഐനൂസ് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെന്തായാലും എണീറ്റിട്ട് നേരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ അവർ പോയപ്പോഴത്തേക്കും ബെഡൊക്കെ ഒന്ന് കൊട്ടിക്കൊടന്ന് വിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഐനൂസിനെ എടുത്ത് നേരെ കുളിപ്പിക്കാൻ കയറ്റാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും അവളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ അത് അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അവളെടുത്ത്. അപ്പോൾ അവൾ പെട്ടെന്ന് പോയി വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൾ ഇന്ന് കുളിപ്പിച്ചില്ല, മേല് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവളെ മേലൊക്കെ കഴിച്ച് അവൾക്ക് മുടി പോണിട്ടയിലാട്ടോ കെട്ടിക്കൊടുക്കുന്നത്. ഇപ്പോൾ ഐനൂസിന് ചെറുതായിട്ടൊക്കെ മുടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മുടി കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ ഇതാ ഫോണിലോട്ടൊക്കെ നോക്കിയൊന്ന് ഒരു ചെറുതായിട്ടൊരു പോസൊക്കെ തന്നെ ഉണ്ട്. കുട്ടിക്ക് ഭയങ്കര നാണം. പിന്നെ ഞാൻ അവളെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഷിനിക്കാക്കയും കൊണ്ട് നടക്കുക കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളൊരു പാലം വന്നിട്ടുള്ളത്. ആ പാലത്തിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്ത് എത്താനൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ നമ്മളാക്കി തന്നിട്ട് ഇക്കാക്ക നേരെ വർക്കിന് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ നടക്കുക കേട്ടോ. കുറച്ച് നടക്കാനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അക്ഷയ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ അമ്പലത്തിൻ്റെയൊക്കെ അവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെയൊക്കെ വ്യൂ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ കുഞ്ഞിക്കുട്ടി മുണ്ട കൊടുത്തതുകൊണ്ട് നിൽക്കണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അക്ഷയ എത്തി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നും ശരിയായി.